ബിനോയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, ഈ രണ്ടാം LDF സർക്കാരിൻ്റെ അധികാരത്തിലെത്താൻ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനമായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം ഈ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനമാണോ? നമസ്കാരം കിരണേ. അല്ല, ഒന്നാം പിണറായി വിജയന്റെ കാലത്തും ആരോഗ്യമന്ത്രി അത്ര ക്ലിയർ ഒന്നും അല്ലായിരുന്നു. അവരുടെ അഴിമതി ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ്. PP കിറ്റ് മേടിച്ചത് അത് പോട്ടെ, അതുകൊണ്ടാണ് പിണറായി വിജയൻ രണ്ടാമത് അവരെ ആരോഗ്യമന്ത്രിയാക്കാതിരുന്നത്. അത് അവരെ പാർട്ടിക്കകത്തും മന്ത്രിസഭയ്ക്കകത്തുമുള്ള കാര്യങ്ങളാണ്. അത് പോട്ടെ, അത് കോടതിയിൽ നിൽക്കുന്ന കേസാണ്, അത് തെളിയിക്കട്ടെ. ഇപ്പൊ ഞാൻ ആദ്യമായി പറയുന്നത്, നമ്മളുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം. വെറും PR വർക്കിലൂടെ മാത്രമാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇന്നും ഇന്നലെയൊക്കെ അവർ ചാനലുകളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ചാനലുകാരടുത്ത് ആണ് കൊട്ടിക്കയറുന്നത്. ചാനലുകാരെന്തോ ചെയ്തത് കണക്കാണ് അവർ കയറുന്നത്. കിരൺ ഒരു മാധ്യമ പ്രവർത്തകനാ, ചിലപ്പോൾ കിരൺ ഏത് പാർട്ടിക്കാരനെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ 2 ദിവസമായി ഇന്നും വീണ ജോർജ് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളുടെ നേരെയാണ്. നിങ്ങൾ കണ്ടോ, നിങ്ങൾ കേട്ടോ എന്നൊക്കെയാണ് ചോദിക്കുക. കാണുകയും കേൾക്കുകയും വേണ്ട. കേരള സമൂഹം ഒറ്റക്കെട്ടായി പറയുന്നു, വീണ ജോർജ് ആരോഗ്യമന്ത്രി പരാജയം തന്നെയാണ്. എന്നാൽ ഇന്ന് അവര് പറയാണ് ഈ പ്രതിപക്ഷം ഇത് സ്വകാര്യ ഹോസ്പിറ്റൽ മുതലാളികളോടൊപ്പമാണെന്ന്. അപ്പൊ ഞാനൊരു ചെറിയ കാര്യം പറയാം. അതായത് ഹോസ്പിറ്റൽ ആക്ട് എന്ന് പറഞ്ഞൊരു ബില്ലുണ്ട്. ഇവർ 5 വർഷം ആരോഗ്യമന്ത്രി ആയിരുന്നിട്ടും അത് ഇതുവരെ അവർക്ക് നടപ്പിലാക്കാൻ കഴിയാതെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളോടും സ്വകാര്യ ഹോസ്പിറ്റൽ മുതലാളികളോടും ഇവരാണ് ഒന്നിച്ചു പോകുന്നത്. അവർക്ക് ഒത്താശ ചെയ്തു കൊടുത്തത്. എന്നിട്ട് അവർക്ക് നാണമില്ല. ഇന്ന് വന്ന് പറയാണ് പ്രതിപക്ഷത്തിന് എന്താ റോളുണ്ട് അതിനകത്ത്? ഏതെങ്കിലും സ്വകാര്യ മുതലാളിമാരെ, ഹോസ്പിറ്റൽ മുതലാളിമാരെ പ്രതിപക്ഷത്തിന് സഹായിക്കാൻ പറ്റുമോ? ഒരിക്കലും സഹായിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് മുമ്പ് ഒരു സുഹൃത്ത് പറഞ്ഞത് കണക്ക് തന്നെ ഓരോരുത്തരുടെ പേരക്കമിട്ട് പറഞ്ഞു. സുമയ്യയുടെ പേര് പറഞ്ഞു, വിനോദിനിയുടെ പേര് പറഞ്ഞു. ഇതിനൊന്നും ഒരു പര്യവസാനമില്ല. വീണ്ടും വന്നിട്ട് ആ വകുപ്പിലുള്ള ഡോക്ടർമാർ പോലും വന്ന് പറയാണ് ചിലപ്പോ 20 വർഷത്തിന് മുമ്പ് വെച്ചിരുന്നെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. വീണ ജോർജ് എന്ന് പറയുന്ന ഈ മന്ത്രി ചിലപ്പോൾ അവർക്ക് ചാനലിലൊക്കെ അവതരിപ്പിച്ചൊക്കെ ഉള്ള പരിചയം കാണും. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ടോ ഒരു രാഷ്ട്രീയക്കാരിയെ കൊണ്ടോ മാത്രമേ ഈ നാട്ടിൽ ഏത് വകുപ്പ് കൊടുത്താലും ഭരിക്കുവാൻ പറ്റും. പക്ഷെ വീണ ജോർജ് അട്ടർ ഫ്ലോപ്പാണ്. ഇത് കണക്ക് പരാജയമുള്ള ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിട്ടില്ല. പിന്നെ കേരളത്തിന്റെ കാര്യം ഞാൻ പറയാം. കേരളത്തിൽ ഇതിനു മുമ്പ് ഞങ്ങൾ UDFന്റെ ആരോഗ്യമന്ത്രിമാരുണ്ടായിരുന്നു. കേരളം ലോകത്തെ ഒന്നല്ല ഇന്ത്യയിലെ പോലും ഏറ്റവും ഉന്നതിയിൽ രോഗികളെ നിർണയിക്കുന്ന, രോഗം കണ്ടുപിടിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഇതെല്ലാം തകർത്തുകൊണ്ട് നടക്കുന്ന വീണ ജോർജ് രാജിവെക്കണം. യൂത്ത് കോൺഗ്രസുകാരും നാളുകളിൽ അവരുടെ വീടുകളിലോട്ട് വീണ്ടും മാർച്ച് ചെയ്യും. കൊല്ലത്തൂടി കടന്നുപോയാൽ ഞാനും എന്റെ സഹപ്രവർത്തകരും അവരെ തടയും, ഉറപ്പായിട്ട് തടയും. ഇന്ന് അമൃത ഹോസ്പിറ്റൽ വേണ്ടി വന്നു. ആ ഉഷ എന്ന് പറഞ്ഞ സഹോദരിയുടെ വയറ്റിൽ 5 വർഷമായി വെച്ചിരുന്ന കത്രിക എടുക്കാൻ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, രാജിവെച്ചവർ പുറത്തു പോകും. അവർ ഇന്നും വന്ന് നിന്ന് നിങ്ങളെ കണക്കുള്ള മാധ്യമം വളരെ മോശമാണ്. വളരെ മോശമാണ്. സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ പീതാംബരൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനത്തിലെ ചെറിയ വീഴ്ചകൾ പോലും വലിയ വീഴ്ചകളായി ചിത്രീകരിക്കപ്പെടും. പക്ഷേ അങ്ങനെ വീഴ്ചകൾ ചിത്രീകരിക്കപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻകരുതലെടുത്ത് അത് പരിഹരിക്കുന്നതിന് പകരം വീണ്ടും വീഴ്ചകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ എല്ലാം അന്വേഷണം വരുന്നു, അതിനപ്പുറത്തേക്ക് പരിഹാരം ഉണ്ടാവുന്നില്ല. എന്താണ് ഇത് സംഭവിക്കുന്നത്? അത് സംഭവിക്കണമെന്ന് പറഞ്ഞാലേ, എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരും അതിനുമുള്ളവരും എല്ലാം പലരും പോകാറില്ല. കാരണം എല്ലാം പ്രൈവറ്റിലേക്കാണ് പോകുന്നത്. കാരണം അവിടെ ചെന്നാൽ ഒരുപാട് സൗകര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേ അത് അനുഭവിക്കുകയുള്ളൂ. ഞാനത് അനുഭവിച്ചിട്ടൊരാളാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് ചികിത്സ തേടി പോകുന്നുണ്ട്, സുഖം പ്രാപിക്കുന്നുണ്ട്. ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായാൽ അതിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.